Hello everyone, welcome back to our channel. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു നോട്ട്ബുക്ക് മേക്ക് ഓവർ ട്യൂട്ടോറിയലാണ് കാണിക്കുന്നത്. ഈ ഒരു നോട്ട്ബുക്ക് വന്നിട്ട് ഞാൻ ലാസ്റ്റ് ടൈം മിനിസോയിൽ പോയപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത നോട്ട്ബുക്കാണ്. ആ ഒരു മിനിസോ വ്ലോഗ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ മോർണിംഗ് റൊട്ടീനിൽ റെഗുലറായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഇന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് രാവിലെ തന്നെ ഞാൻ നോട്ട് ചെയ്യും. അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സെപ്പറേറ്റ് ഒരു ടു ഡു ലിസ്റ്റ് നോട്ട്ബുക്ക് ഉണ്ട്. പക്ഷേ അത് എഴുതി കഴിഞ്ഞു. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ മിനിസോന്ന് ഈ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് ഇത് ഓൾമോസ്റ്റ് ഒരു 60 രൂപയോ മറ്റായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് മിനിസോയിൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ട്ബുക്കിന് നല്ല ക്വാളിറ്റിയും ഉണ്ട്. സോ ഈ ഒരു ബുക്കിൽ പ്ലെയിൻ ആയിട്ട് കവർ കിടക്കുന്ന കണ്ടപ്പോൾ ഐ തോട്ട് ഒരു മേക്ക് ഓവർ കൊടുക്കാമെന്ന്. പിന്നെ ഈ ഒരു ട്യൂട്ടോറിയലിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഐറ്റംസ് എല്ലാം മെജോറിറ്റിയും എൻ്റെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പ്രിൻ്റ് ഔട്ട്സ് എടുത്തതും ബാക്കി ഐറ്റംസ് എല്ലാം ഞാൻ എൻ്റെ ജേർണലിങ്ങിന് വേണ്ടിയിട്ട് ഡെയിലി മെറ്റീരിയൽസിൽ നിന്ന് കളക്ട് ചെയ്ത പ്രോഡക്ട്സ് ആണ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. നമുക്ക് കിട്ടുന്ന നോട്ടീസ്, പഴയ ടെക്സ്റ്റ് ബുക്ക്, കളിക്കുടുക്ക, അതുപോലത്തെ മാഗസീൻസിൽ നിന്നൊക്കെ ഞാൻ പിക്ചേഴ്സും ഇതുപോലെ പാറ്റേൺ പേപ്പേഴ്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കാറുണ്ട്. സോ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു നോട്ട്ബുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രിഡ് വരുന്ന പേപ്പേഴ്സൊക്കെ ഞാൻ ഏതോ ഒരു നോട്ടീസിൽ നിന്നോ മറ്റൊക്കെ മുമ്പ് കട്ട് ചെയ്ത് സൂക്ഷിച്ച് വെച്ചതാണ്. സോ അത് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ടു ഡു ലിസ്റ്റ് എന്നുള്ള ഹെഡിങ് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കീറിയിട്ട് അതും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഇതിനു വേണ്ടി പ്രിൻ്റ് എടുത്തതൊന്നുമല്ല, എൻ്റെ കയ്യിൽ ഓൾറെഡി കുറേ കളക്ഷൻസ് ഉണ്ട്. സോ അത് യൂസ് ചെയ്തിട്ടാണ് ജേർണലിങ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊരു തീമും വെച്ചിട്ടല്ല ഞാനിത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. എനിക്ക് റാൻഡമായിട്ട് തോന്നിയ കുറച്ച് പിക്ചേഴ്സൊക്കെ ഒട്ടിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തീമൊക്കെ ഫോളോ ചെയ്തിട്ട് നമുക്കിത് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഇതുവരെ ടു ഡു ലിസ്റ്റ് ഒന്നും എഴുതാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പഴയ നോട്ട്ബുക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഡെയിലി ബേസിസിൽ ടു ഡു ലിസ്റ്റ് എഴുതി ഒന്ന് ശീലിച്ച് നോക്കുക. കാരണം ഇത് നമ്മളുടെ ലൈഫ് ഒന്നും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്. ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ബാക്ക് ടു ദ ട്യൂട്ടോറിയൽ. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മിഫിയുടെ പിക്ചർ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ മീഷോ ജേർണൽ കിറ്റിൽ ഉണ്ടായിരുന്ന സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു സ്റ്റിക്കർ എടുത്ത് ഞാൻ റാൻഡമായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലൊരു വാഷി ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജേർണൽ സപ്ലീസിൽ എൻ്റെ ഫേവറേറ്റ് ആണ് വാഷി ടേപ്പ്സ്. നമ്മളുടെ മീഷോ ജേർണൽ സെറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സോളിഡ് ബ്രൗൺ പാറ്റേണിലെ വാഷി ടേപ്പ് എടുത്തിട്ട് അതും ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പ്രിൻ്റ് ഔട്ട്സ് ഉണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ ക്രാഫ്റ്റിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് മുമ്പ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കുറേ കോഡ്സൊക്കെ ഉള്ള സ്റ്റിക്കേഴ്സ് അതുപോലത്തെ സംഭവങ്ങളെല്ലാം. സോ അതിൽ നിന്നിട്ട് ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓൾവേസ് സ്മൈൽ എന്ന് എഴുതിയിട്ടുള്ളൊരിത് നമുക്ക് ബുക്ക് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് വരട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ ഒരു റൗണ്ട് സ്റ്റിക്കർ മാറ്റിയിട്ട് മീഷോ ജേർണൽ സെറ്റിൽ തന്നെയുള്ള വേറൊരു റൗണ്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഉള്ളിലെല്ലാം ഫില്ലായിട്ടുള്ള. സോ അത് സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വെച്ച സ്റ്റിക്കറാണോ ഇതാണോ ബെറ്റർ എന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതോടുകൂടി നമ്മളുടെ നോട്ട്ബുക്ക് മേക്ക് ഓവർ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഈ ഒരു ബുക്ക് മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതാത്തവർ ഇനി മുതൽ ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഷെയർ ചെയ്യുക. കുറച്ച് ആളുകൾ കമൻറ്റ്സിൽ കുറച്ച് ഡീറ്റെയിൽ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ ഈസി ആകും. ആൻഡ് ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബി ദ പാർട്ട് ഓഫ് മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.